ബെഡ്റൂം കാണാൻ പറ്റും. അത് നോക്കിയപ്പോൾ അവർ രണ്ടും അതിനകത്തുണ്ട്. ഒരു ഉള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. കയറി ചെന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനത് കണ്ടിട്ട് അവർ പെട്ടെന്ന് മാറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആശിച്ചിയുടെ കാലിലാണ് പിടിച്ചത്. എന്നെ കാട്ടി 10 വയസ്സ് മൂത്ത സ്ത്രീ അത്. അപ്പോൾ അവരുടെ കാലിൽ ചെന്ന് പിടിച്ചോണ്ട്, ചേച്ചി എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണം, ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ചേച്ചി എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചാ ഞാൻ. ഉളുപ്പില്ലാത്ത മൊയന്തന്മാര് പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ കൊട്ടക്കണക്കിന് സ്ത്രീധനം വേണോന്ന്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൊല്ലം വർക്കല സ്റ്റേഷനിലെ അഭിഷേകാണ് താരം. അയാള് വിവാഹം കഴിച്ചത് 2017 അദ്ദേഹം നല്ലൊരു തുകയൊക്കെ സ്ത്രീധനം വാങ്ങിയിട്ടാണ് കല്യാണമൊക്കെ കഴിച്ചിരിക്കുന്നത്. പ്രണയ വിവാഹമായിരുന്നു എങ്കിലും നല്ലൊരു തുകയൊക്കെ സ്ത്രീധനം വാങ്ങിയിട്ടാണ് അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. ആദ്യം അയാൾ കോൺസ്റ്റബിൾ ആയിരുന്നു. കല്യാണം കഴിക്കുന്ന സമയത്ത് അയാൾ കോൺസ്റ്റബിൾ ആയിരുന്നു. പിന്നീടാണ് അയാൾ SI ആവുന്നത്. SIയുടെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ടാണ് വേറൊരു യുവതിയായിട്ട് ഇയാൾ അവിഹിതത്തിലാവുന്നത്. 2021 ഈ വൈഫ് ഈ അവിഹിതം കണ്ടുപിടിച്ച് ഇവരൊരു വാടക വീട്ടിലായിരുന്നു താമസം. അഭിഷേകും ഭാര്യയും മക്കളും ഒരു വാടക വീട്ടിലായിരുന്നു താമസം. പെട്ടെന്ന് ഒരു ദിവസം ഈ വൈഫിനെയും മക്കളെയും കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ കൊണ്ടുവിടുകയാണ്. എന്നിട്ട് വാടക വീട്ടിൽ തനിയെ നിൽക്കുകയാണ് ഈ അഭിഷേക്. ഒരു ദിവസം പിന്നെ വീട്ടിലേക്ക് വരാതായി. മക്കളുമായിട്ടും വൈഫുമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങ് കുറഞ്ഞു വന്നു. ഒരു ദിവസം ഈ വൈഫ് ആണെങ്കിൽ അഭിഷേക് അറിയാതെ ആ വാടക വീട്ടിൽ ചെന്ന്. അപ്പോൾ അവിടെയാണെങ്കിൽ ഈ ആശയെന്നാണ് ആ കാമുകിയുടെ പേര്. ആശയും അഭിഷേകും മാത്രമേ ഉള്ളായിരുന്നു. അവര് രണ്ടുപേരും അവിടെ തന്നെയാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചു സംശയത്തിന്റെ രീതി എനിക്കില്ലായിരുന്നു. അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, ബാച്ച്മേറ്റ്സ് അല്ലേ, അപ്പോൾ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ വട്ടിയൂർക്കാവിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്നെയും ഏട്ടൻ്റെ അച്ഛനെയും അമ്മയും അനിയനെയും കൂടെ വട്ടിയൂർക്കാവിന്റെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. പെട്ടെന്നൊരു ദിവസം പറഞ്ഞു, പൊക്കോ സാരമില്ല, ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വാടക കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരെയും കൊണ്ടാക്കി. പക്ഷെ ഏട്ടൻ വീട് വെക്കേറ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ആറ്റിങ്ങിലായിരുന്നു വന്ന് ആശയസെ വർക്ക് ചെയ്തിരുന്നത്. ആറ്റിങ്ങ വരെ വന്നിട്ട് തിരിച്ചു പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് അമ്മയുടെ ഇതുവരെ വന്നിട്ട് തിരിച്ചു പോവുക. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് കോൾ എടുക്കത്തില്ല, എത്ര വിളിച്ചില്ല. അങ്ങനെ കോൾ എടുത്തപ്പോൾ ഒരുപാട് സമയം ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വിളിച്ചപ്പോൾ കോൾ എടുത്തു. അപ്പോൾ ഈ ക്വാർട്ടേഴ്സിലായിരുന്നു എന്നുള്ള രീതി എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട്, അപ്പം സ്വാഭാവികമായിട്ടും അവിടെ വരെ വന്നു പോകുമല്ലോ, അപ്പോൾ അപ്പോഴും ഡൗട്ട് ഉണ്ടായില്ല. ഇതുപോലെ വന്നിട്ട് തിരിച്ചു പോയ കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നിട്ട് പോയാൽ മതി നീ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. പക്ഷേ പിന്നീട് ഇത് അങ്ങോട്ട് അകൽച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പെട്ടെന്ന് ഇത്രയും ക്ലോസ് ആയി ഇന്റിമേറ്റ് ആയിരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ വിളിക്കുന്നത് കുറവായി. ഞാൻ എപ്പോൾ വിളിച്ചാലും പിന്നെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞങ്ങ് കട്ട് ചെയ്യുമോ. അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ കുഞ്ഞിനെ അമ്മയുടെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ വേളമ്മനിലുള്ള അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ നിന്ന് അവരുടെ അടുത്ത് പറയാതെ ഞാൻ വട്ടിയൂർക്കാവിൽ പോയി. അത്രയും ദൂരം എന്നെ വിടത്തില്ലായിരുന്നു അവർ. എന്നിട്ട് ഞാൻ പറയാതെ ബസ്സിൽ പോയി ഞാൻ ഏട്ടൻ്റെ വാടക വീട്ടിലോട്ട്. അവിടെ ചെന്ന് എനിക്ക് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കണ്ടത്. ഞാൻ ഒരുമിച്ച് കണ്ടു മീൻസ് യൂണിഫോമിലല്ലായിരുന്നു, സിവിൽ ഡ്രസ്സിൽ. അതായത് ആ സ്ത്രീ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ വെച്ച് ഏട്ടനും ഞാനും തമ്മിൽ വഴക്കായി. നീ എന്തിനു വന്നു, ഞങ്ങളവിടെ കണ്ട കാര്യം പറയരുത്, ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്, ആശയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ അന്ന് ആശ ഒന്നും സംസാരിച്ചില്ല. ആശ വേറെ പെട്ടെന്ന് എന്നെ കണ്ട ഷോക്കിലായിരിക്കണം, ഒന്നും സംസാരിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ തിരിച്ച് ഏട്ടൻ്റെ അമ്മയെടുത്താണ് വരുന്നത്. ഏട്ടൻ്റെ അമ്മയെടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു, അമ്മ ഞാൻ അവിടെ വെച്ച് വരെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയുന്ന, മോളെ ഇത് നീ ആരുടെ അടുത്തും പറയരുത്, അവൻ കുടിക്കും ഒരുപാട്, ഇപ്പോൾ കുടിച്ചിട്ട് വന്നിട്ട് നിന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് നീ ഇത് ആരുടെ അടുത്തും പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ വിലക്കായിരുന്നു. ഇവള് പറയുന്നുണ്ട്, ആ പെണ്ണ് പറയുന്നുണ്ട്, അവര് തമ്മിൽ അവർ രണ്ടാളും പോലീസാണ്. പോലീസ് വേഷത്തിലൊന്നും അല്ല, അവര് വേറെ രീതിയിൽ അവൾ അവിടെ താമസമാക്കി എന്നുള്ള രീതിയിലാണ്. സംശയം തോന്നി വാടക വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഒരു ദിവസമാണെങ്കിൽ വീട്ടിലേക്ക്, അതായത് വൈഫും അമ്മയും കുട്ടികളും ഒക്കെ താമസിക്കുന്ന ഇവരുടെ സ്വന്തം വീട്ടിലേക്ക് അഭിഷേകാണെങ്കിൽ ആശയായിട്ട് ഒരു ദിവസം കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് അവിടെ അവളെ താമസിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ അഭിഷേക്. ആശയം കൂട്ടിയേട്ടൻ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും വിഷയങ്ങളായിട്ടും ഒരാളെ കൊണ്ട് വരുന്നു കണ്ടത് ആ ഒരു ഷോക്കിൽ ഞാനിങ്ങനെ ഒന്നും ചെയ്യാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അമ്മ വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ വന്നതല്ലേ, കയറി വന്നു പറഞ്ഞാൽ അവരെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഫുഡ് ചൂടാക്ക്, വൈകുന്നേരം വന്നേ, ഫുഡ് എടുത്ത് വെക്കണം, ചൂടാക്ക്, എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഫുഡ് ചൂടാക്കി വന്നപ്പോൾ അവരെ കണ്ടില്ല. അപ്പം ഡൈനിങ് റൂമിൽ നിന്ന് ബെഡ്റൂം കാണാൻ പറ്റും. അത് നോക്കിയപ്പോൾ അവർ രണ്ടും അതിനകത്തുണ്ട്. ഒരു ഉള്ള രീതിയിലാണ് ഫീൽ ചെയ്തത്. കയറി ചെന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരുടെ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനത് കണ്ടിട്ട് അവർ പെട്ടെന്ന് മാറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആശിച്ചിയുടെ കാലിലാണ് പിടിച്ചത്. എന്നെ കാട്ടി 10 വയസ്സ് മൂത്ത സ്ത്രീ അത്. അപ്പോൾ അവരുടെ കാലിൽ ചെന്ന് പിടിച്ചോണ്ട്, ചേച്ചി എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണം, ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ചേച്ചി എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ച. സ്വന്തം വീട്ടിലെ ബെഡ്റൂമിൽ ഭർത്താവും കാമുകിയും തമ്മിലുള്ള ആ ഒരു അവിഹിതം കാണേണ്ടി വരുന്ന ഒരു അവസ്ഥ, ആ ഒരു പെണ്ണിന്റെ അവസ്ഥ, അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. അതൊക്കെ അനുഭവിക്കുന്നവർക്കായിരിക്കും അതിന്റെ ആ ഒരു വിഷമവും ദുഃഖവും ഒക്കെ ശരിക്കും മനസ്സിലാവുന്നത്. എന്തായാലും
ഇത്രമേ ഉള്ളൊരു ധൈര്യം, അതായത് വൈഫും മക്കളും അമ്മയും കുടുംബക്കാരും എല്ലാം ഉള്ളൊരു വീട്ടിലേക്ക് ഈ പെണ്ണിനെ ഇങ്ങനെ വിളിച്ച്, അതായത് ആശയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ രീതിയിലൊക്കെ പെരുമാറാൻ അവനിക്ക് എന്തോരം ധൈര്യമുണ്ട്. ഇതൊക്കെ കേരള പോലീസിന് തന്നെ ഇവനൊക്കെ അപമാനമാണ്. ഒരു പോലീസുകാരനും പോലീസുകാരിയാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ആ സമയത്ത് ഭർത്താവിന്റെയും കാമുകിയുടെയും കാല് പിടിച്ച് കരയല്ലായിരുന്നു വേണ്ടത്, കാലെ പിടിച്ച് ഭിത്തിയിലടിക്കുകയാണ് വേണ്ടത്, കാലെ പിടിച്ച് നിലത്തടിക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും വാടക വീട്ടിൽ വെച്ച് ഇവള് കണ്ടുപിടിച്ചല്ലോ, ഈ അവിഹിതം കണ്ടുപിടിച്ച്. അപ്പൊ ഇനി കൂടുതൽ ധൈര്യത്തെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നാലും ഇത്രയ്ക്ക് എത്രയേ ഉള്ളൂ, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നല് ഈ അഭിഷേകിന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നത് വൈഫിന്റെ മുന്നില്. ഏതെങ്കിലും ഒരു പെണ്ണ് സഹിക്കുന്നതാണോ അതൊക്കെ? ഒരിക്കലും അതൊന്നും സഹിക്കാൻ ഒരു പെണ്ണിനും പറ്റില്ല. പിന്നെ ഈ ആശയെന്ന് പറയുന്ന കാമുകി ഇവളെ എടുത്തിട്ട് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് ചേച്ചി എന്ന് പറഞ്ഞ് കാല് പിടിച്ചാ ഞാൻ കരഞ്ഞു. അപ്പൊ കാല് തട്ടി എറിഞ്ഞിട്ട് പറഞ്ഞു, കാര്യം അങ്ങനെ എന്നെ തട്ടി തറയിലോട്ടായിട്ടെ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഒരു പരിഹസിച്ച് ചിരിക്കുമായിരുന്നു. നീ എന്തോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള മട്ടിൽ എന്നെ നോക്കി പരിഹസിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയണം ഈ കാര്യം, വേറെ ആരുടെ അടുത്തും പറഞ്ഞാൽ എന്നെ അംഗീകരിക്കത്തില്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നായിരിക്കും പറയുക. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോൾ എന്നെ അവിടെ തടഞ്ഞു നിർത്തുമായിരുന്നു ആശ അവിടെ തടഞ്ഞു നിർത്തി എന്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, നീ പറയൂടെന്ന് ചോദിച്ചു. അതിനുശേഷം എന്റെ കഴുത്തിനെ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തി പൊക്കി, തന്നെ നല്ല ഹൈറ്റ് ഉണ്ട് ആശയ്ക്ക്, അവനെ ചേർത്ത് നിർത്തിയിട്ട് എന്റെ കവളത്തടിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊന്നുകളയും, നീ ഇതാരെടുത്തേലും പറഞ്ഞാൽ നിന്നെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു. കൊന്ന് കെട്ടിത്തൂക്കി അത് ആത്മഹത്യയാക്കാൻ ഞങ്ങൾക്കറിയാം. എന്റെ ഭർത്താവ് ഇതുപോലെ ഒരു കേസിൽ എന്തോ കൊലക്കേസിൽ അകത്ത് പോകാൻ ചാൻസ് ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അഭിഷേകിനെ വേണം, ഞാൻ വേണമെങ്കിൽ വേറെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ വല്ല വേശ്യാവൃത്തിക്കും പോയി ജീവിക്കാൻ വയ്യെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞു. അതും കേട്ട് സഹിക്കാൻ വയ്യാതെ എനിക്ക് കഴുത്തെല്ലാം ഇറുവിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്വാധീനം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. എവിടെ പോയി ഞാൻ പരാതി കൊടുത്താലും അതെല്ലാം അവരുടെ ബാച്ച് മേറ്റ്സിന് അടുത്തായിരിക്കും ഇരിക്കുക, അവരുടെ ബാച്ച് മേറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് അവരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്നെ കൊന്നുകളയെന്നാ പറഞ്ഞു. എന്നിട്ട് അവരുടെ ശക്തി, ഞാൻ ശക്തി എടുത്ത് ആശയെ തള്ളി മാറ്റി എന്നിട്ട് എന്റെ അടുത്ത് ഒരു പക പുറത്ത് പറയുന്നു. ഇതൊക്കെ സത്യമാണെങ്കിൽ രണ്ടിന്റെയും തൊപ്പി തെറിപ്പിക്കണം. കേരള പോലീസിന് തന്നെ അപമാനമാണ് ഇതൊക്കെ. പിന്നെ ഇപ്പൊ അഭിഷേകിന്റെ വീട്ടുകാര്, അമ്മയും അനിയനും സഹോദരങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ അഭിഷേകിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അവര് പറയുന്നത് എന്തായാലും അവര് രണ്ടുപേരും പോലീസല്ലേ, ഇപ്പൊ നിന്നേക്കായി ചേർച്ച അവര് രണ്ടുപേരുമാണ്. ഇപ്പം ഇവളെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് അവരെ രണ്ടിനും ഒന്നിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയൊക്കെയാണ് അഭിഷേകിന്റെ വീട്ടുകാർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അഭിഷേകും വൈഫും തമ്മില് വർഷങ്ങളോളം പ്രണയിച്ച് അവളുടെ 15ാമത്തെ വയസ്സ് തൊട്ട് പ്രണയിക്കുകയാണെന്ന് പറയുന്നത്. പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് വലിയൊരു തുക സ്ത്രീധനമായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ്, സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടുമാണ് ഈ കല്യാണം തന്നെ നടത്തിയിരുന്നത്. കല്യാണത്തിന് 100 പവനും കാറും, കല്യാണത്തിന് മുന്നേ 5 ലക്ഷം രൂപ അവർക്ക് സ്ത്രീധനമായിട്ട് വേണമെന്ന് അവർ പറഞ്ഞതിനെ തുടർന്നിട്ടാണ് അച്ഛൻ ആ പൈസ അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വേണമെന്നാണ് അവരുടെ അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ കല്യാണ ചെലവിനായിട്ടുള്ള പൈസ നേരത്തെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ അതുകൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കാനുണ്ടായത്. അങ്ങനെ അത്രയും നല്ലോണം നടത്തിയിട്ടും എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ ഇപ്പൊ കിട്ടും, അല്ലെങ്കിൽ SIക്ക് കിട്ടേണ്ടത് എന്നെ പോലൊരു പെണ്ണിനെ അല്ല എന്നായിരുന്നു അവർ പറഞ്ഞിട്ടിരുന്നത്. അതിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് എന്നെ അനിയനും അമ്മയും ഉപദ്രവിച്ചിട്ടുണ്ട്. ഫുഡ് പോലും തരാതെ ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് എടുത്ത് ചൂടാക്കി കഴിക്കാൻ പോലും സമ്മതിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. സ്ത്രീധനം ചോദിച്ചു വാങ്ങുകയായിരുന്നു. സ്ത്രീധനം ഇത് ചോദിച്ചിട്ടാണ്, അതായത് കല്യാണത്തിന് ലെറ്റർ പോലും അടിച്ച്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു ചടങ്ങുണ്ടെന്നും കാര്യങ്ങളൊന്നും. അപ്പോൾ ലെറ്റർ അടിച്ചതിന് ശേഷമാണ് വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരു ചടങ്ങുണ്ട്, 5 ലക്ഷം രൂപ വേണം എന്നും പറഞ്ഞിട്ട് ഏട്ടനായിട്ട് ഒന്ന് ചോദിച്ചു. ഏട്ടൻ്റെ കയ്യിൽ തന്നെയാണ് അച്ഛൻ അത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്. എത്ര രൂപ സ്ത്രീധനമായിട്ട് കൊടുത്തു? 5 ലക്ഷം രൂപയാണ് ചോദിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് സാധാരണക്കാരുടെ ഫാമിലിയാണ്, ഒന്നുമില്ല, വീടില്ല എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ പിന്നീട് എന്റെ സ്വർണ്ണത്തിനകത്ത് 25 പവൻ അവരുടെ അടുത്ത് വിറ്റിട്ടുണ്ടായിരുന്നു. ബാക്കി സ്വർണ്ണം ഇതുപോലെ വിറ്റ് പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ബാക്കി സ്വർണ്ണം അച്ഛൻ വിറ്റ് ആ അക്കൗണ്ടിൽ, എന്റെ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇടുകയും അതിനകത്ത് നിന്നാണ് പിന്നെ അതെല്ലാം എടുത്ത് വിറ്റ് ഞങ്ങൾ എന്റെ അച്ഛൻ എനിക്കും വീട് മേടിച്ചിരുന്നു. അപ്പൊ വീട് മേടിക്കുന്ന സമയത്ത് പറഞ്ഞത് ഏട്ടന്റെ പേരിൽ കൂടെ എഴുതണം, അല്ലെങ്കിൽ ഞങ്ങൾ വരത്തില്ല എന്നായിരുന്നു. അങ്ങനെ ഏട്ടന്റെ പേരിൽ എഴുതി, എന്റെയും കൂടെ പേരിൽ എഴുതുമായിരുന്നു. ഉളുപ്പില്ലാത്ത മൊയന്തന്മാര് പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ കൊട്ടണക്കിന് സ്ത്രീധനം വേണമെന്ന്. സ്ത്രീധനം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഒരു ഒരു വസ്തു വാങ്ങി വീട് വെച്ചിട്ട് ആ വീട്ടിലേക്ക് കാമുകയെ വിളിച്ചോണ്ട് വരിക, കാമുകയെ കൊണ്ട് വൈഫിനെ അടുപ്പിക്കുക. ശരിക്കും ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിന്റെയും തൊപ്പി തെറിപ്പിക്കണം.
ഇത്രയൊന്നും ക്രൂരത ഈ ഒരു പെണ്ണും കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൂരതയൊക്കെയാണ് ഇത്. ഒരു പെണ്ണിനെ ഒരു അടി കൊടുത്താലോ ഇടി കൊടുത്താലോ ആ പെണ്ണ് സഹിക്കും. പക്ഷെ മറ്റൊരു പെണ്ണുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നൊക്കെ അറിയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഒരു പെണ്ണും സഹിക്കത്തില്ല, ഒരിക്കലും സഹിക്കത്തില്ല. അപ്പം രണ്ടെണ്ണത്തിനും എന്തെങ്കിലും ഇത് തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ രണ്ടിനെയും തൊപ്പി തെറിപ്പിക്കണം. ഇതൊക്കെ കേരള പോലീസിന് തന്നെ അപമാനമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ.